ഹായ് ഫ്രണ്ട്സ്, ഡൽഹി ബാക്ക് ടാക്സി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 21 വെള്ളിയാഴ്ചയാണ്. ഞാൻ ഇന്ന് പതിവ് പോലെ നമ്മുടെ മോത്തി ബാഗിൽ നിന്ന് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. വണ്ടി തിരിച്ച് അങ്ങോട്ട് പോവാം. ഇപ്പോൾ സമയം രാവിലെ 10:30 ഞാൻ രാവിലെ ലോഗിൻ ചെയ്തിട്ട് 10 മിനിറ്റായി. ഇതുവരെ റൈഡൊന്നും വരുന്നില്ല രാവിലെ. ഇന്ന് ഞാൻ ഊബർ മാത്രമേ ലോഗിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി പേരുടെ സംശയമായിരുന്നു കേരള വണ്ടി കൊണ്ട് ഡൽഹിയിൽ ഓടാൻ പറ്റുമോ എന്ന്. അപ്പോൾ അടുത്ത ആഴ്ച കേരളത്തിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട് കേരള വണ്ടിയും കൊണ്ട് ഡൽഹിയിൽ ബാക്ക് ടാക്സി ഓടാൻ. പുള്ളിക്കാരൻ വന്ന് നോക്കട്ടെ, വന്ന് ഓടി നോക്കട്ടെ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നതെന്ന്. എന്നിട്ട് അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ വേറെ ആളുകൾക്ക് വരണമെങ്കിൽ അതൊരു പ്രചോദനമാകുമല്ലോ. പക്ഷെങ്കിൽ ഇതിനകത്ത് നേരിടേണ്ട പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, നാട്ടിൽ നിന്നൊരു വണ്ടി കൊണ്ടുവരികയാണെങ്കിൽ ട്രെയിനിന് കയറ്റി വിടുകയാണെങ്കിൽ 5000 രൂപയോളം ആവും. 3500 രൂപ 5000 രൂപ ആവും. പിന്നെ ഇവിടെ വന്ന് റൂം എടുക്കണം. റൂം എടുക്കുന്നതിന് നമ്മൾ അഡ്വാൻസ് 5000 റുപ്പീസ് കൊടുക്കണം. റൂം റെൻ്റ് എത്രയാണോ അത് 1 മന്ത് അഡ്വാൻസ് കൊടുക്കണം. പിന്നെ ഫുഡ് വെച്ച് കഴിക്കുകയാണെങ്കിൽ അതിനുള്ള ഗ്യാസ് സ്റ്റൗവൊക്കെ മേടിക്കണം. വെള്ളം നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്താൽ മേടിക്കുന്നത്, കുടിക്കാനുള്ള വെള്ളം. പിന്നെ അത്രയും ചിലവുകൾ. പിന്നെ ലോഗിൻ ചെയ്ത് പിറ്റേ ദിവസം മുതൽ നമുക്ക് ഓടിത്തുടങ്ങാം. പിന്നെ ഓടിത്തുടങ്ങുമ്പം ഒന്നാമത്തെ ലാംഗ്വേജ് പ്രശ്നം. അത് ഹിന്ദി അറിയാവുന്നവർക്കാണ്, അത്യാവശ്യം അറിയാവുന്നവർക്കാണ് കുഴപ്പമില്ല, സംസാരിച്ച് പോവാം. പിന്നെ ഗൂഗിൾ മാപ്പ് നോക്കാൻ അറിയാമെങ്കിൽ അത്യാവശ്യം സംസാരിച്ച് പോവാം. പിന്നെ റൂട്ട് പഠിക്കുന്നത് ഗൂഗിൾ മാപ്പ് നോക്കാൻ അറിയാവുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാം. അപ്പോൾ ആദ്യം ചെറിയ ചെറിയ ട്രിപ്പ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഈ പൊടി, പൊല്യൂഷൻ, പുക, ക്ലൈമറ്റ് കുറച്ച് അടുത്ത 2 മാസം കഴിയുമ്പോൾ നല്ല ചൂടാവും. അതൊക്കെയാണ് പിന്നെ നേരിടേണ്ട വേറെ പ്രശ്നം. എൻ്റെ ക്യാഷ് ട്രിപ്പ് ബ്ലോക്ക് ആക്കിക്കോണോ. വാലറ്റിൽ എത്ര ബാലൻസ് നോക്കട്ടെ. 50 രൂപയെ ബാലൻസ് മൈനസ് കിടപ്പുള്ളൂ. അതിൻ്റെ പ്രശ്നമല്ല, രാവിലെ ട്രിപ്പില്ലാത്ത തന്നെയാണ് പ്രശ്നം. അങ്ങനെ ഇപ്പോൾ സമയം 11:45. ഞാൻ 10:30 ലോഞ്ച് ചെയ്ത് 11 മണിയായി ഫസ്റ്റ് ട്രിപ്പ് എടുത്തപ്പോൾ. എല്ലാം ചെറിയ ചെറിയ ട്രിപ്പും ലോങ് പിക്കപ്പ് വന്നത്. അത് കാരണം ഞാൻ ട്രിപ്പ് എടുക്കാതിരുന്ന് അവസാനം 11 മണിയായപ്പോൾ ലാജ്പത് നഗറിൻ്റെ ഒരു ട്രിപ്പ് കിട്ടി. 70 രൂപ ട്രിപ്പ്. ആദ്യം ഇവിടെ കൊണ്ടുപോയിട്ട് പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞു നമുക്ക് നെക്സ്റ്റ് ഒരു ട്രിപ്പ് കിട്ടി, സൈനിക് ഫാമിന്. രണ്ട് സൈഡിലും വണ്ടി കൊണ്ടുവന്നിട്ട് ജാമാക്കിയല്ലോ. പാജി പച്ചെന്ന് കയറിയനെ. ഇന്നവ അവിടെ കൊണ്ടിട്ടേക്കുന്നതാണ് ഇത്രയും ജാമിന് കാരണം. बाइक अड़ी है ऊपर से. अरे പുള്ളി പറയുന്ന മോളിൽ കൂടെ കയറിപ്പോ അമാറ കടക്കകത്തൂടെ കയറ്റിട്ട് അമാറ തല്ലിക്കൊള്ളാം ഞാൻ. ലൊക്കേഷൻ पे खड़ा हो आपो. नंबर 910 8.6 കിലോമീറ്റർ 23 മിനിറ്റ് ഉണ്ട് ഈ ട്രിപ്പ്. അങ്ങനെ നമ്മൾ അടുത്ത ട്രിപ്പ് എടുത്ത് നേരെ സൈനിക് ഫാമിലെത്തി. ഇതിനകത്തുള്ള ഫാം ഹൗസുകളാണ്, ഇതിനകത്തുള്ള ലക്ഷറി വണ്ടികളാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് മൊത്തം. ബാപ്പുധാം ചണക്കിവരി കിട്ടി. നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി ബാപ്പുധാം ചാണക്യവരിക്ക്. ചാണക്യവരിക്കുള്ള ട്രിപ്പൊക്കെ എനിക്ക് റിസർവ് ചെയ്ത് തരുന്നല്ലോ. ഞാൻ എപ്പോഴും അവിടുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നത്. ഞാൻ നേരത്തെ വീടിൻ്റെ അവിടെ നിന്ന് ലോഗിൻ ചെയ്യുമ്പം അതുപോലെ ആയിരുന്നു. ഞാൻ എവിടെ പോയാലും വീടിന് അങ്ങോട്ടുള്ള ട്രിപ്പ് എനിക്ക് റിസർവ് ചെയ്ത് തരുമായിരുന്നു ഊബർ. ഇത് നേരെ സംഗം വിഹാറിന് പോകുന്ന റോഡാണ്. ഈ സംഗം വിഹാർ എന്ന് പറഞ്ഞാൽ ഗാവ് ഏരിയ, ഗ്രാമമാണ്, കുഗ്രാമം, അങ്ങേറ്റമാണ്.
അതിൻ്റെ അപ്പുറം അങ്ങോട്ട് ഇതാ ഹരിയാന ബോർഡറാണ്. അവിടെ നിന്നുള്ള വണ്ടികളെല്ലാം ഇറങ്ങി വരുന്നത് ഈ റൂട്ടിൽ നിന്നാണ്, ഈ റൂട്ടിൽ കൂടെ. അതാണ് ഈ റോഡ് ഇപ്പം ഇത്രയും തിരക്ക്. ഓഫ്, എൻ്റെ അമ്മോ, കുഴിയിലൊക്കെ അപ്രതീക്ഷിതമായി ചാടി നടുവേന. വണ്ടിക്കാണ് ഏറും കൂടുതലാണ്. അടുത്ത ട്രിപ്പ് മിസ്റ്റർ കാശിഷിൻ്റെ ഫുഡൊക്കെ കണ്ടോ, ഇതിലേ വരുന്നു ഒരു പിടുത്തവുമില്ല. ഓട്ടോക്കാരന്മാരെ കണ്ടോ, ഫ്രണ്ടിൽ 4 പേരിരുന്നാണ് പോകുന്നത്, ഡ്രൈവർ ഉൾപ്പെടെ. ഇതൊക്കെ എവിടെയെങ്കിലും മറിഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ ഇരിക്കുന്നതിൻ്റെ ഇടപാട് തീരും. അതോ ഇമാര് പതുക്കെയൊന്നും പോകത്തില്ല, എന്നാ പോക്കാ പോകുന്നറിയോ. ഇതിനപ്പുറം അസോള വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. അതിൽ ഇതുണ്ട്, കടുവ ഉണ്ട്. സൗത്ത് ഡൽഹിയിൽ ഏറ്റവും അലമ്പ് പിടിച്ച 2 സ്ഥലങ്ങളാണ് സംഗംവിഹാറും ദക്ഷിൺപുരിയും. സ്വിഗ്ഗി സൊമാറ്റോക്കാരൊക്കെ നേരത്തെ പറയുമായിരുന്നു, രാത്രി വരുമ്പം കത്തി കാണിച്ച് പൈസയും പേഴ്സും ഒക്കെ മേടിക്കുന്നത്. പക്ഷേ എനിക്കിതുവരെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ രാത്രി 12 മണിക്കും 1 മണിക്കും വെളുപ്പിനെ 4 മണി വരെയൊക്കെ കൂടിയിട്ടുണ്ട്. നമ്മൾ രാത്രി ട്രിപ്പ് വരുമ്പം വിജനമായ സ്ഥലത്തു നിന്നുള്ള പിക്കപ്പ് എടുക്കാറില്ല. ഇവൻ്റെ ഈ പിക്കപ്പ് എവിടെ നിന്നാണ്? അങ്ങ് ഉണ്ടന്തുരുത്തിൽ നിന്നാണല്ലോ. ദൂരം കുറവാണ്, പക്ഷേ ഈ ഗലിക്കകത്തൂടെ കയറി വന്നിട്ടുള്ളൂ, സമയമെടുക്കും. ऑनलाइन करते हैं. 9220. സ്കൂള് വിട്ട അങ്ങനെ നമ്മൾ അടുത്ത ട്രിപ്പ് എടുത്ത് നേരെ ജീസസ് ആൻഡ് മേരി കോളേജിലെത്തി. സംഗംവിഹാറിൽ നിന്ന് നമ്മൾ ട്രിപ്പ് എടുത്ത 130 രൂപയുടെ ട്രിപ്പായിരുന്നു. 16.3 കിലോമീറ്റർ, 7.9 വെച്ച് ഈ ഒരു ട്രിപ്പിന് നമുക്ക് റേറ്റ് കിട്ടി. അങ്ങനെ 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ചാണക്യപതി 2.5 മണിക്കൂർ കൊണ്ട് 273 രൂപയ്ക്ക് ഓടി. ഇപ്പോൾ സമയം 1:10. ബാക്ക് ടാക്സിക്കാർ മുമ്പിലും നിൽപ്പുണ്ട്, പുറകിലും നിൽപ്പുണ്ട് ആൾക്കാർ, 2-3 പേര്. ബാക്ക് ടാക്സിക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നേവിയുടെ ബുള്ളറ്റ് ഇരിക്കുന്നുണ്ടോ, എയർഫോഴ്സിൻ്റെ. നൈസ് ലുക്ക് അല്ലേ. നേവിയുടെ ഈ ജിപ്സി പോകും വഴി. എന്നാ രസമെന്നറിയോ കാണാൻ, നീലയും വെള്ളം കൂടെ കളറടിച്ചിട്ട്. ശാന്തിപത് ചാണക്യവി ഒരു 42 രൂപയുടെ ട്രിപ്പ് കിട്ടി. ആകാശ് മടുവാളിൻ്റെ ട്രിപ്പ്. ഇന്നലെ ഞാൻ ഇങ്ങനെ പോവാണ്. ഈ ഗൂഗിൾ മാപ്പ് നോക്കുന്നത് ഭയങ്കര അപകടം കേട്ടോ. ഇന്നലെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അപ്പോൾ എൻ്റെ സൈഡിൽ കൂടെ ഇതേപോലെ ഒരു റാപ്പിഡക്കാരൻ പോകുന്നുണ്ട്. അപ്പം അവനത് ട്രിപ്പ് വന്നിട്ട് ഇങ്ങനെ മൊബൈലെ നോക്കി പോന്നു. ഈ സ്പ്ലെൻഡർ ബൈക്കുള്ളവർക്ക് അവരുടെ ടാങ്കിൽ തന്നെ ഒരു ബാൻഡ് ഇട്ടിട്ട് ടാങ്കിൽ തന്നെ മൊബൈൽ വെക്കുക. അപ്പോൾ ഇങ്ങനെ കുനിഞ്ഞ് നോക്കണം താഴോട്ട്. അപ്പോൾ ഇങ്ങനെ നോക്കി പോയി ഇതുപോലെ ഫ്രണ്ടിലൊരു ഓട്ടോ കിടക്കുക, നേരെ ഒറ്റയിടി. ആ സമയത്ത് ക്യാമറ ഓണല്ലായിരുന്നു. നല്ല ശക്തിക്കിടിച്ച് തെറിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് അതേപോലെ വന്നിരുന്നു. ഓട്ടോയ്ക്കൊന്നും പറ്റിയില്ല. ഓട്ടോയുടെ ബാക്കിൽ ഇവിടുത്തെ ഓട്ടോക്കാരെല്ലാം ബാക്കിലൊരു റെയിൽ വെക്കും, പട്ട വെച്ച് വെൽഡ് ചെയ്യും.
ഇതേപോലെ ബൈക്കുകാർ വന്ന് ഇടിക്കാതിരിക്കാൻ. അതുകൊണ്ട് ഓട്ടോയ്ക്കൊന്നും പറ്റില്ല. ഓട്ടോ കിടന്ന് കുലുങ്ങിയതല്ലാതെ ഓട്ടോയ്ക്കൊന്നും പറ്റിയില്ല. പറയുന്നത് പണ്ട് ഞാനിതുപോലെ ഗൂഗിൾ മാപ്പ് നോക്കി ഒരു പശുവിനെ ഇടിച്ച് വീണ് ഒരാഴ്ച കിടപ്പായിരുന്നു. കിടപ്പല്ല, ഇരിപ്പായിരുന്നു. അയ്യോ, സിഗ്നൽ കട്ട് ചെയ്ത് ഓട്ടോക്കാരൻ പോകുന്ന വെച്ച് നമ്മളും പോയാൽ പിന്നെ പണിയാവും. ഓട്ടോക്കാരൻ ചാടി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ച് സിഗ്നൽ ഓപ്പൺ ആയത്. കഴിഞ്ഞ ദിവസത്തെ കൊണ്ട് പണി കിട്ടണ്ട. അങ്ങനെ 48 രൂപയുടെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞു. ഒരു മഴയ്ക്കുള്ള ലക്ഷണം കാണുന്നുണ്ടല്ലോ. മഴ പെയ്യുമോ? ഈ ട്രിപ്പ് നമുക്ക് 48 രൂപയുടെ ട്രിപ്പായിരുന്നു. ജർമ്മൻ എംബസിയുടെ ചുറ്റിനും ഒരു വട്ടം കറക്കി തന്നെ. എന്നാൽ ഈ ലൊക്കേഷനിൽ എത്തുന്നതിന് മുമ്പേ പറഞ്ഞൂടെ എന്നിടത്താണ് പോകേണ്ടത്. പോകേണ്ടതും കഴിഞ്ഞ് ഫ്രണ്ട് ഗേറ്റിൽ പോയി അവിടെ ചെന്നപ്പോൾ പറയാം ബാക്ക് ഗേറ്റിലാണ് പോകേണ്ടത്. ലൊക്കേഷൻ എത്തുന്ന വരെ മിണ്ടായിരിക്കും. എന്നിട്ട് എത്തിക്കഴിയുമ്പോൾ അയ്യോ എനിക്ക് അവിടെ പോകേണ്ടത്. അപ്പോൾ തന്നെ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയായിരുന്നു. ഒരു 32 രൂപ ട്രിപ്പ്. സൗദി എംബസിയുടെ അവിടെ നിന്നാണ് നെക്സ്റ്റ് ട്രിപ്പ്. നമ്മളിപ്പോൾ ട്രിപ്പ് എടുത്ത് വന്ന മെട്രോ സ്റ്റേഷനിലേക്ക് തന്നെ അടുത്ത ട്രിപ്പ് കിട്ടിയേക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ നേവിയുടെ ജിപ്സി വരുന്നുണ്ട് പുറകെ. അതുകൊണ്ട് കയറിപ്പോ അങ്ങനെ ഇപ്പോൾ സമയം 2:30 ആയി. ഇതുവരെ നമ്മൾ 4 മണിക്കൂർ കൊണ്ട് 409 രൂപയ്ക്കാണ് ഓടിയത്. 409 रुपये का काम किया है अभी तक. നമ്മൾ കറങ്ങി തിരിഞ്ഞ് RK പുരം വന്നു. RK പുരത്തിൽ ഇപ്പോൾ ഒരു ട്രിപ്പ് വിട്ട് ആ കസ്റ്റമറിനെ തിരിച്ച് കൊണ്ടുവിടണമെന്ന് പറഞ്ഞാൽ ഒരു 38 രൂപ ട്രിപ്പായിരുന്നു. പക്ഷെങ്കിൽ അതിന് മുമ്പായിട്ട് നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് വന്നു 69 രൂപയുടെ 70 രൂപ ട്രിപ്പ്. ചില സമയത്തുണ്ടല്ലോ ലൊക്കേഷൻ നമ്മുടെ ലൊക്കേഷൻ അപ്ഡേറ്റ് ആവത്തില്ല. അത് കാരണം കസ്റ്റമർ വിളിച്ചുകൊണ്ടിരിക്കും നമ്മളെ. ഇവിടെ എന്തുവാ वहाँ से 1973 ऐसा प्रेस कर उल्टा करके उल्टा करके ये ऐसा ऊपर से नहीं होगा. ओके ठीक है താങ്ക് യു. അങ്ങനെ നമ്മുടെ 72 റുപ്പീസിൻ്റെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞു. പക്ഷേ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്ഡേറ്റ് ആയിട്ടില്ല. നെറ്റ് ഇല്ലല്ലോ. നെറ്റ് 66 രൂപയാണ് നമുക്ക് ഈ ഒരു ട്രിപ്പിന് കിട്ടിയത്. 6.5 കിലോമീറ്ററിന് 66 രൂപ. അത് കുഴപ്പമില്ലല്ലോ. 445 രൂപയ്ക്ക് ഓടി. ഇതുവരെ 475 രൂപയ്ക്കാണ് നമ്മൾ ഇതുവരെ ഓടിയത്. 30 രൂപ നമുക്ക്
ഇൻ്റർമീഡിയറ്റ് കമ്മീഷൻ പോയിട്ട് 445 രൂപയാണ് നമ്മുടെ ബാലൻസ്. 4.5 മണിക്കൂർ കൊണ്ട്. അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് സന്ധ്യാ മേഡത്തിൻ്റെ ട്രിപ്പ് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് ഞാനിവിടെ വെയിറ്റ് ചെയ്തു. 5 മിനിറ്റായി. 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് ബാപ്പുധാം ചാണക്യപുരി രാവിലെ നമ്മൾ ട്രിപ്പ് എടുത്ത് പോയില്ലേ സംഘം വിഹാറിൽ നിന്ന് ജീസസ് ആൻഡ് മേരി കോളേജിലേക്ക്. അങ്ങോട്ടേക്ക് തന്നെ അടുത്ത ട്രിപ്പ് കിട്ടി. ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുക. ബദാം കുൽഫി. ആജി 2329. ഓക്കെ. ഓഹോ, ഇവിടെ ഇതാണ് അവസ്ഥ. വെറുതെ കിടന്ന് ഉടക്കുണ്ടാക്കാതെ പോകാനുള്ളതിന്. ഇത് കണ്ടില്ലേ ആരെ ഇതിലേക്ക് കയറി വരുന്ന നോക്കി. അങ്ങോട്ട് പോകാൻ സമ്മതിക്കത്തില്ല, ഇങ്ങോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. ഇവിടെ എന്തോ ഇത്ര തിരക്ക്. यहाँ पे क्या है प्रोग्राम चल रहा है क्या? यहाँ पे क्या प्रोग्राम चल रहा है क्या? अच्छा. അങ്ങനെ അടുത്ത ട്രിപ്പ് എടുത്ത് നമ്മൾ ജീസസ് ആൻഡ് മേരി കോളേജിൽ വീണ്ടും എത്തി. ഇവിടെ ഇവരുടെ ഫെസ്റ്റിവൽ നടക്കും. ഫെസ്റ്റിവൽ അതിൻ്റെ തിരക്കാണ്. അതിൻ്റെ തിരക്കാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫെസ്റ്റിവൽ തിരക്കാണ്. ഇവിടെ നിൽക്കാൻ ഇവിടുന്ന് ഓട്ടം വല്ലതും കിട്ടുമായിരിക്കും. നമുക്കിവിടെ അങ്ങനെ ഒതുക്കി നിർത്താം. ഇവിടുന്ന് ട്രിപ്പ് വല്ലതും കിട്ടുമോ നോക്കാം. അങ്ങനെ ഇപ്പോൾ സമയം 4:30 ഇന്ന് 6 മണിക്കൂർ കൊണ്ട് 608 രൂപയ്ക്കാണ് നമ്മൾ ഓടിയത്. രാവിലെ കുറച്ച് ലാഗായിരുന്നു ട്രിപ്പ്. അത് കാരണമാണ് നമുക്ക് ഏണിങ് കുറഞ്ഞു പോയത്. പക്ഷേ ഇപ്പം ട്രിപ്പ് വരുന്നുണ്ട്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇനിയും വെള്ളിയാഴ്ച വൈകിട്ട് 9-10 മണി വരെ നല്ല ട്രിപ്പ് വരുന്നു. പക്ഷെ ഞാനിപ്പം 4:30 ഞാൻ ലോഗൗട്ട് ചെയ്യുവാണ്. ഇന്ന് വണ്ടി 60 കിലോമീറ്റർ ഓടി. 120 രൂപയുടെ പെട്രോൾ കൂട്ടാം. 120 രൂപയുടെ പെട്രോൾ പോയിട്ട് നമുക്ക് 450 രൂപയാണ് ഇന്ന് 6 മണിക്കൂർ കൊണ്ട് ബാലൻസ്. ജീസസ് ആൻഡ് മേരി കോളേജിൽ നിന്ന് ട്രിപ്പ് വരുന്നുണ്ട്. പക്ഷേ ഞാൻ എടുക്കുന്നില്ല. അവിടെ ഫെസ്റ്റ് നടക്കുമായതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഏണിങ് 480 രൂപയാണ് 6 മണിക്കൂർ കൊണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.